بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ഷേഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ജമാദുൽ അവ്വൽ മാസം നമ്മോട് വിട പറയാനടുത്തിരിക്കുകയാണ്. ജമാദുൽ അവ്വൽ മാസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പയുടെ മാസമാണ്. ഉപ്പാപ്പയുടെ ആണ്ടിന്റെ മാസമാണ് നമ്മോട് വിട പറയുന്നത്. റിഫാഇ ഷേഖ് തങ്ങൾ ഉപ്പാപ്പയെ കുറിച്ച് മുമ്പ് നാം പല ക്ലാസ്സുകളും കേൾക്കുകയുണ്ടായി. ഉപ്പാപ്പയെ കുറിച്ച് എത്ര പറഞ്ഞാലും, എത്ര വിവരിച്ചാലും, എത്ര വിശദീകരിച്ചാലും ആ ബഹറിലെ ഒരു തുള്ളിയുടെ കോടാനക്കോടി കണികകളിൽ ഒന്നുപോലും ആവുകയില്ല. റിഫാഇ ഷേഖ് തങ്ങൾ ഉപ്പാപ്പയുടെ മനാഖിബുകൾ പറയുന്ന കിതാബാണ് ഖിലാദത്തുൽ ജവാഹിർ ഫി ദിക്രിൽ ഗൗസ് റിഫാഇ വഅത്ബാഇഹിൽ അകാബിർ. മഹാനായ അൽ ആലിമുൽ അല്ലാമ സയ്യിദ് അബുൽ ഹുദ മുഹമ്മദ് ബിൻ ഹസൻ അൽ റിഫാഇ റളിയല്ലാഹു അൻ എന്ന മഹാനാണ് ഈ കിതാബിന്റെ മുസന്നിഫ്. ഈ കിതാബിന്റെ 71ാമത്തെ പേജ് മുതൽ ഏകദേശം 40 പേജുകൾ മഹാനവറുകളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് അജായിബുകൾ, കറാമാത്തുകൾ വിവരിക്കുന്ന ഭാഗമാണ്. അതിൽ നിന്ന് അല്പം നമുക്ക് കേൾക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വമിൻ കറാമാതിഹി അന്നഹു കാന ഇദാ സഅദൽ കുർസി. മഹാനായ റിഫാഇ ഷേഖ് തങ്ങൾ ഉപ്പാപ്പ അവിടുന്ന് കുർസിയിലേക്ക് കയറിയാൽ, അഥവാ വഅദ് പറയാൻ വേണ്ടി, ആളുകൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുർസിയിലേക്ക് കയറിയാൽ സമിഅ ഹദീസഹുൽ ബഈദു കൽ ഖരീബ്. വളരെ ദൂരെയുള്ള ആള് ഏറ്റവും അടുത്തിരിക്കുന്ന ആള് കേൾക്കുന്നത് പോലെ കേൾക്കുന്നതാണ്. ഹത്താ അന്ന അഹ്ലൽ ഖുറല്ലദീന ഹൗല ബലദിഹി. റിഫാഇ ഷേഖ് തങ്ങൾ ഉപ്പാപ്പ താമസിക്കുന്ന ആ നാട് ഉമ്മു അബീദ, ആ നാടിന് ചുറ്റും ഉള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾ
യസ്മഊനഹു അവർ റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ വഅദ് കേൾക്കും. കല്ലദീന ബിസാവിയതിഹി അവിടുത്തെ സാവിയയിൽ, ആ പർണശാലയിൽ, ആ മജ്ലിസിൽ ഇരുന്ന് ആളുകൾ കേൾക്കുന്നത് പോലെ. എന്തിന്? വകാനൽ അസമ്മു ഇദാ ഹളറഹു സമിഅ കലാമഹു ഫഖത്ത്. ചെവി കേൾക്കാത്ത ആൾ റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ മജ്ലിസിൽ പങ്കെടുത്താൽ മഹാനവറുകളുടെ കലാമ്, സംസാരങ്ങൾ മാത്രം കേൾക്കുന്നതാണ്, മറ്റൊന്നും കേൾക്കുകയില്ല. ഇതുപോലെ മൈക്കിൻ്റെയോ മറ്റോ ആവശ്യമില്ല എന്നല്ല. എത്ര മൈക്ക്, എത്ര ബോക്സ് സംവിധാനങ്ങൾ, സെറ്റിങ്സ് ഉണ്ടായാലും റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ സെറ്റിങ്സിന്റെ 4 അയലത്ത് പോലും ഒന്നും എത്തുകയില്ല. അത്രയും വലിയ സാങ്കേതിക വിദ്യ, ആത്മീയ സാങ്കേതിക വിദ്യ അന്ന് റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വറവൽ ഫാറൂഖി റളിയല്ലാഹു അൻഹു അന്ന യാഖൂബ ഖാദിമ സയ്യിദി അഹ്മദ് ബിൻ റിഫാഇ റളിയല്ലാഹു അൻഹു, മഹാനായ റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഖാദിമായ അശ്ശൈഖ് യാഖൂബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല സമഅതു സയ്യിദി അഹ്മദ് ബിൻ റിഫാഇ യഖൂൽ, എൻ്റെ ശൈഖായ റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പ പറയുന്നത് ഞാൻ കേട്ടു. സഹിബതു 300,000 ഉമ്മ, ഞാന് 3 ലക്ഷം ഉമ്മത്തുകളോട് സഹവസിച്ചു. റിഫാഇ ശൈഖ് തങ്ങൾ പറയാണ്, ഞാൻ 3 ലക്ഷം ഉമ്മത്ത്, സമുദായത്തോട് ഞാൻ സഹവസിച്ചു. മിമ്മ യഅ്കുലു വയശ്റബു വയറൂസു വയുൻകിഹു, അവര് ഭക്ഷിക്കുന്നു, കുടിക്കുന്നു, ഒഴിവാക്കുന്നു, നിക്കാഹ് ചെയ്യുന്നു, അങ്ങനത്തെ 3 ലക്ഷം സമുദായങ്ങൾ. അപ്പൊ എത്ര കാലം, എത്രയോ സഹസ്രാബ്ദങ്ങൾ, അതിലെ എത്രയോ ഉമ്മത്തുകൾ, ജനതകൾ, അവരെ ഞാൻ നേരിൽ കണ്ടു എന്ന് റിഫാഇ ശൈഖ് തങ്ങളുപ്പാപ്പ പറഞ്ഞു. എന്നിട്ട് പറയുന്നു, വലാ യക്മുലു റജുലു ഇൻദന, മഹാനവറുകൾ പറയുകയാണ്, വലാ യക്മുലു റജുലു ഇൻദന, നമ്മൾ മശായിഖന്മാരുടെ അടുത്ത് ഒരാൾ കാമിലായ മഖാമിലെത്തി എന്ന് പറയുകയില്ല. ഹത്താ യസ്ഹബ ഹാദൽ അദദ, ഈ 3 ലക്ഷം ഉമ്മത്തിനോട് സഹവസിച്ചാലല്ലാതെ, അവരോട് സഹവസിച്ചു അല്ലെങ്കിൽ അവരുടെ പേര് കേട്ടു എന്നത് മാത്രം പോരാ. വയഅരിഫു കലാമഹും വസിഫാതിഹിം വാസ്മാഇഹിം വാർസാഖിഹിം വാജാലിഹിം, അവരുമായി ബന്ധപ്പെട്ട എല്ലാം അറിയണം, അവരുടെ ഭാഷ അറിയണം, സംസാരം മനസ്സിലാവണം, അവരുടെ കോലങ്ങൾ അറിയണം, പേരുകൾ അറിയണം, അവർക്ക് എന്തൊക്കെയാണ് ഭക്ഷണം അതറിയണം, അവർ എത്ര കാലം ജീവിച്ചു, അങ്ങനെ 3 ലക്ഷം സമുദായങ്ങളുമായി ബന്ധപ്പെട്ട വിശദ വിവരം അറിയണം. എന്നാലാണ് ഒരാൾ കാമിലായ ശൈഖാവുക. ഖാല യാഖൂബുൽ ഖാദിം, അവിടുത്തെ ഇത് വിവരിക്കുന്ന ഖാദിമായ യാഖൂബ് എന്നവർ പറയുകയാണ്, ഫഖീല ലഹു യാ സയ്യിദി ഇന്നൽ മുഫസ്സിരീന ദക്കറു, മുഫസ്സിരീങ്ങൾ പറഞ്ഞിരിക്കുന്നു, അന്ന അദദൽ ഉമമി 80,000 ഉമ്മത്തിൻ ഫഖത്ത്, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പടച്ച ഉമ്മത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 80,000 ഉമ്മത്തിൻ ഫഖത്ത്, 80,000 ഉമ്മത്ത് മാത്രമാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സദസ്സിൽ നിന്ന് ഒരാൾ അഭിപ്രായം ചോദിച്ചു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, റിഫാഇ ശൈഖ് തങ്ങൾ പാപ്പ മറുപടി പറയുകയാണ്, ദാലിക മബ്ലഗുഹും മിനൽ ഇൽം, അവരുടെ അറിവ് അതുവരെ എത്തിയിട്ടുള്ളൂ, അവർക്ക് അത്രേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ
മുഫസ്സിരീങ്ങളുടെ അറിവല്ല, മശായിഖന്മാരുടെ അറിവ്. അവരുടെ അറിവ് മുഫസ്സിരീങ്ങളുടെ അറിവിനേക്കാൾ എത്രയോ അപ്പുറത്താകുന്നു. മഹാനായ അഷേഖ് അസയ്യിദ് ഇബ്രാഹിം അൽ-അസ്ബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു മഅ സയ്യിദ് അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹു, ഞാൻ റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പയോട് കൂടെയായിരുന്നു. വലിയ മഹാനാണ് അഷേഖ് ഇബ്രാഹിം അൽ-അസ്ബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരിക്കൽ റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പയോടൊപ്പമായിരുന്നു. അലാ തുആമിൻ നഅ്കുലു, ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ഫഇദാ ഹുവ ഖദ് ബുഹിത വഗാബ അൻ നഫ്സിഹി സഅ, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അല്പനേരം മഹാനവറുകൾ ആ സ്ഥലം വിട്ടുപോകുന്ന ഒരവസ്ഥ ഞാൻ ദർശിച്ചു. ഹത്താ സഖതത്തിൽ ലുഖ്മതു മിൻ യദിഹി, റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം താഴെ വീണു. തുമ്മാ ഫാഖ, ഭക്ഷണം കഴിക്കാനെടുത്തത് അത് താഴെ വീണു. പിന്നീട് ബോധം മടങ്ങി വന്നു. വറജഅ ഇല ത്വആം, വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഫഅഖദ്തു യദഹു, ഞാൻ റിഫായി ഷെയ്ഖ് തങ്ങളുടെ കൈ പിടിച്ചു. വഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ഐ സയ്യിദി, എന്റെ ഷെയ്ഖേ, അഖ്ബിർനി ഐന കുന്ത സഅ, നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം, എവിടെയായിരുന്നു ഈ സമയം നിങ്ങൾ പോയത്. ഖാല ഐ ഇബ്രാഹിം ഇൻദക്, ഓ ഇബ്രാഹിമുൽ അസ്ബ് തങ്ങളെ, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുകയാണല്ലോ. ഫഖുൽതു ലഹു ബിഹയാത്തി ശൈഖ് സയ്യിദ് മൻസൂർ അഖ്ബിർനി ഐന കുന്ത സഅ, നിങ്ങളുടെ ഷെയ്ഖായ അഷേഖ് മൻസൂർ തങ്ങളുടെ ജീവിതം പിടിച്ച് ഞാൻ സത്യം ചെയ്ത് ചോദിക്കുന്നു, ഐന കുന്ത സഅ, നിങ്ങൾ ഈ സമയം എങ്ങോട്ടാണ് പോയത്. ഖാല ഇബ്രാഹിം, ഓ ഇബ്രാഹിം തങ്ങളെ, അഖ്സംത അലയ്യ ബിൽ ഖസമിൽ അലീം, നിങ്ങൾ വല്ലാത്തൊരു സത്യമാണ് പറഞ്ഞത്. നിങ്ങളൊരു വല്ലാത്തൊരു സത്യം കൊണ്ടാണ് എന്നോട് സത്യം ചെയ്ത് പറഞ്ഞത്. അതിനാൽ ഇതിന്റെ രഹസ്യം എനിക്ക് വിവരിക്കൽ നിർബന്ധമായി. ഏലം, നിങ്ങൾ അറിയണേ, അന്നഹു ഖദ് ഖറജ മുരീദുൻ, ഒരു മുരീദ് പുറപ്പെട്ടു. മിൻ ഖൽഫി സബ്ഇ ബിഹാർ, 7 കടലുകൾക്കപ്പുറത്ത് നിന്ന് ഒരു മുരീദ് പുറപ്പെട്ടു. വൈരീദുൽ മജീഅ ഇലാ ഹാദിഹിൽ ബുഖാ, ഈ നാട്ടിലേക്ക്, ഉമ്മു അബീദയിലേക്ക് എന്നെ കാണാൻ വേണ്ടി 7 കടലുകൾക്കപ്പുറത്ത് നിന്ന് ഒരു മുരീദ് പുറപ്പെട്ടു. വഅഖദൽ അഹ്ദ അലാ യദി ജദ്ദിക വഹു മുശ്രിക്കുൻ, അദ്ദേഹം പുറപ്പെടുമ്പോൾ അദ്ദേഹം മുശ്രിക്കാണ്, ഇവിടെ വരണം, എന്നിട്ട് തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് എത്തിയിട്ട് എൻ്റെ മുരീദായി മാറണം എന്നാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഫഅദ്റകതുൽ വഫാതു, അങ്ങനെ അദ്ദേഹം 7 കടലിനപ്പുറം യാത്ര തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മരണം അടുത്തു. ഫി തരീഖിഹി, ആ വഴിയിൽ വെച്ച്. ഫനാദാ വഹുവ യജൂദു ബിനഫ്സിഹി, അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യാ സയ്യിദ് അഹ്മദ് റിഫായി, 7-ാം ബഹറിനപ്പുറമുള്ള വിളിയാണ്. യാ സയ്യിദ് അഹ്മദ് റിഫായി, റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പ, അതിരിക്കിനി, എന്നെ രക്ഷിക്കണേ, എന്നെ പിടിക്കണേ, എന്നെ കാക്കണേ. റിഫായി ഷെയ്ഖ് തങ്ങൾ പറയുന്നു, ഫഅദ്റകതുഹു, ഞാൻ ആ മനുഷ്യനെ പിടിച്ചു. ഫഅഖദതുൽ അഹ്ദ അലൈഹി, അങ്ങനെ അവിടെ ബൈഅത്ത് നടന്നു. വഅസ്ലമ, അദ്ദേഹം മുസ്ലിമായി, അദ്ദേഹത്തിന് തരീഖത്ത് കൊടുത്തു. സുമ്മ ഖുബില, അങ്ങനെ അദ്ദേഹം മയ്യിത്തായി. ഫഹളർതു വഫാതഹു, ആ മരണത്തിന് ഞാൻ സാക്ഷിയായി. വവാറൈതുഹു തഹ്ത സറ, മണ്ണിന്റെ ചോട്ടിൽ അദ്ദേഹത്തെ ഞാൻ മറവ് ചെയ്തു. വറജഅതു ഇലൈക്, ഞാൻ ഇങ്ങോട്ട് മടങ്ങി വന്നു. അല്ലാഹു അക്ബർ. ഒരു പിടി ഭക്ഷണം വായയിലേക്ക് ഉയർത്തിയത്, അതൊന്ന് കയ്യിൽ നിന്ന് താഴേക്ക് വീണു. വീണ്ടും അത് പൊക്കുന്നതിനിടയിലുള്ള ഈ ഒരു ചെറിയ സമയത്ത് ഇതെല്ലാം നടന്നു കഴിഞ്ഞു. അതാണ് റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പ. റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പ ഉമ്മു അബീദയിൽ തൻ്റെ സാവിയ ഉള്ള അവിടുത്തെ ആ വിശുദ്ധമായ
മഹ്ലറ, ഹലറത്തിൽ നിന്ന് തന്നെ 7 ആകാശങ്ങളും 7 ഭൂമികളും 7 കടലുകളും അവിടെയുള്ള എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിവുള്ള മഹാനാണ്. റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ വലിയൊരു സംഭവം, ഒരു കാമിലായ മുർഷിദായ ശൈഖിന്റെ വസ്ഫ് എന്ന് പറയുന്നത് അശ്ശൈഖു മയ്യംഹു ഇസ്മ മുരീദിഹി മിൻ ദീവാനിൽ അഷ്ഖിയാ. കാമിലായ മുറബ്ബിയായ ശൈഖ് മയ്യംഹു ഇസ്മ മുരീദിഹി മിൻ ദീവാനിൽ അഷ്ഖിയാ, തന്റെ മുരീദിന്റെ പേര് പരാജയയുടെ പട്ടികയിലാണെങ്കിൽ അത് മാറ്റി വിജയിക്കുന്നവരുടെ പട്ടികയിലാക്കാൻ കഴിവുള്ള പവറുള്ള ആളാണ് യഥാർത്ഥ കാമിലായ മുറബ്ബിയായ ശൈഖ് എന്ന് പറയുന്നത്. ഖീല ഇന്ന റജുലൻ ദഖല അലാ മശായിഖിൽ ബത്താഇഹ്, ഒരു മനുഷ്യൻ ബത്താഇഹിലുള്ള മശായിഖന്മാരിൽ ഒരാളുടെ അടുത്ത് ചെന്നു. ഫലമ്മാ ഖറജ റജുലു, അങ്ങനെ ആ നാട്ടിലുള്ള വേറൊരു ശൈഖിന്റെ അടുത്ത് ഒരാൾ ചെന്നു. അങ്ങനെ ആ ശൈഖിന്റെ ഹലറത്തിൽ നിന്ന് അദ്ദേഹം പോന്നപ്പോ ഖാല ദാലിക ശൈഖു ലിമൻ ഹലറഹു, ആ ശൈഖ് അവിടുത്തെ ഹലറത്തിലുള്ള മുരീദന്മാരോട് പറഞ്ഞു, ഖറഅതു അലാ ജബ്ഹതി ഹാദർ റജുലി സത്ര ശഖാവ, ഇപ്പോൾ ഈ മജ്ലിസിൽ വന്ന് ഇവിടെ നിന്ന് പോയ മനുഷ്യനുണ്ടല്ലോ, അയാളുടെ നെറ്റിത്തടത്തിൽ പരാജയത്തിന്റെ വരി ഞാൻ കാണുന്നു. അഥവാ ആ മനുഷ്യൻ പരാജയപ്പെട്ടവരുടെ പട്ടികയിലാകുന്നു. ആ മനുഷ്യൻ റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ വിശുദ്ധമായ ഹലറത്തിലെത്തി. വലബിസ മിൻഹു ഖിർഖതൻ, അവിടെ നിന്ന് ഖിർഖ സ്വീകരിച്ചു. സുമ്മ അത്താ ഇലാ സിയാറത്തി ദാലിക ശൈഖി, പിന്നീട് താൻ ആദ്യം ചെന്ന ശൈഖിനെ സിയാറത്ത് ചെയ്യാൻ പോയി. ഫഖാല ശൈഖു ലിഅസ്ഹാബിഹി, ആ സമയത്ത് ഈ ശൈഖ് തന്റെ അനുയായികളോട് പറഞ്ഞു, ഖദ് മുഹിയ മിൻ ജബ്ഹതിഹി സത്റു ശഖാവാ, ആ മനുഷ്യന്റെ നെറ്റിത്തളത്തിൽ നിന്ന് പരാജയത്തിന്റെ വര മായ്ക്കപ്പെട്ടിരിക്കുന്നു. വബുദ്ദില ബിസത്രി സഅദ, അദ്ദേഹത്തെ വിജയിയായി അല്ലാഹു എഴുതിയിരിക്കുന്നു. ബിബറകത്തി ശൈഖ് അഹ്മദ് റിഫായി റളിയല്ലാഹു അൻ, റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ കൈ പിടിച്ച് തൗബ ചെയ്തപ്പോൾ അദ്ദേഹത്തെ അല്ലാഹു വിജയികളുടെ പട്ടികയിലേക്ക് മാറ്റി. റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. മഹാനായ അശ്ശൈഖുൽ ഇമാമ അൽ ആരിഫ് ബില്ലാ തഖിയുദ്ദീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ജലസ സയ്യിദി അശ്ശൈഖ് അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹു അല ശത്തി വ അസ്ഹാബുഹു ഹൗലഹു, റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയും അവിടുത്തെ മുരീദുമാരും നദിയോരത്ത് പുഴയോരത്തിയിരിക്കുകയാണ്. ഫഖാല നഷ്തഹി അൻ നഅകുലൽ യൗമ സമകം മശ്ഫിയ, അപ്പൊ റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞു, ഇന്ന് ചുട്ട മത്സ്യം തിന്നാൻ ആഗ്രഹിക്കുന്നു. ഫലം യതിമ്മ കലാമുഹു, പറഞ്ഞു തീർന്നില്ല. ഹത്തംതല അശ്ശത്തു സമകം മിൻ അൻവാഇ ശത്താ, വിവിധ ഇനം മത്സ്യങ്ങളുടെ കൂട്ടങ്ങൾ ആ പുഴയോരം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. റിഫായി ശൈഖ് തങ്ങളുടെ ഒറ്റ വാക്ക് എന്താണ്? നഷ്തഹി അൻ നഅകുലൽ യൗമ സമകം മശ്ഫിയ, ഇന്ന് ചുട്ട മത്സ്യം തിന്നാൻ ആഗ്രഹമുണ്ട്. വവസബ മിൻഹാ ഷൈഉൻ കസീറുൻ ഇലൽ ബർ, മാത്രമല്ല ഒരുപാട് മത്സ്യങ്ങൾ കരയിലേക്ക് ചാടി വന്നു. വറഔ ഫീ ദാലികൽ വഖ്തി ബിശത്തി ഉമ്മ ഉബൈദ മിനൽ അസ്മാക്കി മാ ലം യറ മിസ്ലുഹു, അതിനു മുമ്പ് ആ ഉമ്മു ഉബൈദയിൽ അത്രയും മത്സ്യചാകര കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു മത്സ്യചാകരയാണ് അവിടെ വന്നത് ഒരൊറ്റ വാക്കിൽ. ഫഖാല ശൈഖു റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു,
ഇന്ന ഹാദിഹിൽ അസ്മാക കുല്ലുഹാ തസ്അലുനി ബിഹഖില്ലാഹി തആല അൻ അകുല മിൻഹാ. ഈ മത്സ്യങ്ങളെല്ലാം എന്നോട് ചോദിക്കുന്നത് അവയെ ഞാൻ ഭക്ഷിക്കണമെന്നാണ്. ഓരോ മത്സ്യവും എന്നോട് തേടുന്നത് എന്നെ ഭക്ഷിക്കൂ എന്നാണ്. ഫസാദൽ ഫുഖറാഉ മിൻഹാ ശൈഅൻ കസീറൻ വശവ്വഹു വഖദ്ദമൂഹു സിമാതൻ അളീമാ ഫഅകലൂ ഹത്താ ശബിഉ വബഖയ ഫി താജിൻ മിൻ ഹാദിഹി സമത്തി റഅസുഹാ. അഥവാ അങ്ങനെ അവിടുത്തെ മുരീദുമാർ ആ മത്സ്യങ്ങളെല്ലാം പിടിച്ച് അവയെല്ലാം നന്നാക്കി വേവിച്ചു, അവയെല്ലാം കഴിച്ചു. അങ്ങനെ അവയുടെ തലയും വാലും ചില ഭാഗങ്ങളും മാത്രം ബാക്കിയായി. ഫഖാല ലഹു റജുലുൻ മാ സിഫത്തുർ റജുലിൽ മുതമക്കിൻ. അപ്പോൾ അവിടെയുള്ള ഒരാൾ റിഫായി ശൈഖ് തങ്ങളോട് ചോദിച്ചു, മാ സിഫത്തുർ റജുൽ മുതമക്കിൻ, ഇരുത്തം വന്ന ഷെയ്ഖിന്റെ വിശേഷണം എന്താകുന്നു? ഫഖാൽ ഹുവ അയ്യുഅത തസ്രീഫുൽ ആം ഫീ ജമീഇൽ ഖലായിഖി. എല്ലാ സൃഷ്ടികളിലും നിരുപാധികം ഇടപെടാനുള്ള പരമാധികാരം ആ മനുഷ്യന് നൽകപ്പെടലാണ്. എല്ലാ കാര്യങ്ങളിലും എല്ലാ ജീവികളിലും ഇടപെടാനുള്ള എല്ലാ അധികാരവും നൽകപ്പെടലാണ്. ഇരുത്തം വന്ന ഷെയ്ഖിന്റെ പ്രത്യേകത. ആലഹു മാ അലാമത്തു ദാലിക, എന്താണ് അതിന് തെളിവ്? ഫഖാൽ അയ്യഖൂല ലി ബഖായ ഹാദിഹിൽ അസ്മാകി ഖൂമി ബിഇദ്നില്ലാഹി തആല. ഇരുത്തം വന്ന ഷെയ്ഖിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചപ്പോൾ റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു, ഈ മത്സ്യങ്ങളോട് പറയുക എന്ത്? ഖൂമി ബിഇദ്നില്ലാ വസ്ഇ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങൾ എഴുന്നേറ്റ് പോവുക. ഫതഖൂമു വതസ്ആ, അങ്ങനെ പറയുകയും അവ എഴുന്നേറ്റ് പോവുകയും വേണം. അതാണ് ഇരുത്തം വന്ന ഒരു ഷെയ്ഖിന്റെ അടയാളം എന്ന് റിഫായി ശൈഖ് തങ്ങൾ പാപ്പ പറഞ്ഞു. സുമ്മ അഷാറ ശൈഖു ഇലാ തിൽക തവാജിൻ ബിയദിഹി, പിന്നീട് ആ മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളിലേക്ക് റിഫായി ശൈഖ് തങ്ങൾ പാപ്പ ഇഷാറത്താക്കി. എന്നിട്ട് പറഞ്ഞു, അയ്യതുഹൽ അസ്മാകുല്ലതി ഫി തവാജിൻ ഖൂമു വസ്ഉ ബിഇദ്നില്ലാഹി തആല, അല്ലയോ മത്സ്യങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എഴുന്നേറ്റ് പോവുക. ഫലം യതിമ്മ കലാമുഹു, പറഞ്ഞു തീർന്നില്ല. ഹത്താ വസബത് തിൽക്കൽ ബഖായ ഫിൽ ബഹരി അസ്മാകൻ സഹീഹ, ആ നിമിഷം തന്നെ പൂർണ്ണ ആരോഗ്യമുള്ള അഥവാ ആദ്യത്തെ അതേ അവസ്ഥയിലുള്ള മത്സ്യങ്ങളായി അവക്ക് ജീവനുണ്ടായി. വദ്ഹബത് ഫിൽ മായി മിൻ ഹൈസു അതത്, എവിടെ നിന്നാണോ വന്നത് ആ വെള്ളത്തിലേക്ക് തന്നെ ആ മത്സ്യങ്ങളെല്ലാം മടങ്ങിപ്പോവുകയും ചെയ്തു. അതാണ് റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു തീരുന്നതിന് മുമ്പേ മത്സ്യങ്ങൾ വരുന്നു, പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവക്ക് ജീവൻ വെച്ച് വന്നിടത്തേക്ക് തിരിച്ചു പോകുന്നു. കാന റളിയല്ലാഹു അൻഹു കമാ ഖാല വകാന റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയായിരുന്നു. കമാ ഖാല അബൂ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹീന സുഇല അയ്യുൽ അഹ്മാലി അഹബ്ബു ഇലൈക്, റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് ഏത് കാര്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? ഫഖാല, അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, ഇദ്ഖാലു സുറൂറി അലൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം എത്തിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. റിഫായി ശൈഖ് തങ്ങൾ പാപ്പയുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. അവിടുത്തെ മുരീദുമാർ, മറ്റു മശായിഖന്മാർ, എന്തിന് അള്ളാഹുവിൻ്റെ സകല സൃഷ്ടി ജീവജാലങ്ങൾക്കും മഹാനവറുകള് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു. അവരിൽ നിന്നുള്ള എല്ലാ പ്രയാസങ്ങളും സഹിക്കുകയും ചെയ്തു. റിഫായി ശൈഖ് തങ്ങൾ പാപ്പാക്ക് എല്ലാ ജീവികളും വഴിപ്പെട്ടിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. വഖാല ഫീ ഉമ്മിൽ ബറാഹീൻ മാ നസ്സുഹു,
ഉമ്മുൽ ബറാഹിൻ എന്ന കിതാബിൽ കാണാം, അനി ഷേഖ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നവരെ കുറിച്ചാണ് റിപ്പോർട്ട്. അന്നഹു ഖറജ മഅ ഷേഖുൽ കബീർ സയ്യിദ് അഹ്മദ് ദാത യൗമിൻ ഇല സഹറ. ഒരു ദിവസം മഹാനായ ഷേഖ് ഷംസുദ്ദീൻ റളിയല്ലാഹു അൻഹു റിഫായി ഷേഖ് തങ്ങളുപ്പാപ്പയോടൊപ്പം മരുഭൂമിയിലേക്ക് പോയി. ഫബൈനമാ ഹുമാ സായിറാൻ ഇല സഹറ. രണ്ടുപേരും റിഫായി ഷേഖ് തങ്ങളുപ്പാപ്പയും ഇദ്ദേഹവും മരുഭൂമിയിലേക്ക് നടന്നു പോകുമ്പോ ഇത് റൗ അസദൻ കാസിറ, അവരൊരു സിംഹത്തെ കാണുന്നു. മുഫ്തരിസൽ ലിശാബ്, ഒരു യുവാവിനെ വേട്ടയാടിയിരിക്കുന്നു. വഖദ് ഖലഅ കതിഫഹു മിൻ ജസദിഹി വമകസ യഅകുലുഹു. അതായത് ആ ചെറുപ്പക്കാരനെ സിംഹം കൊന്ന് തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. ഫസജറഹു ഷൈഖുൽ കബീർ സയ്യിദ് അഹ്മദ് സജ്റൻ ഷദീദ. ഷേഖ് തങ്ങൾ പാപ്പ ആ സിംഹത്തെ ആട്ടിവിട്ടു. വഖാലഹു, എന്നിട്ട് സിംഹത്തോട് പറഞ്ഞു, ഐ ഖൽഖുല്ലാ, ഓ അല്ലാഹുവിന്റെ സൃഷ്ടി, മാ നഹൈതുക്കും അൻ അദിയത്തിൽ ഖൽഖല്ലദീന യമറുന ബിബിലാദിന. നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിക്കുന്ന അല്ലാഹുവിന്റെ സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് ആ സിംഹത്തെ ശാസിച്ചു. ഫഖാലഹു, അപ്പോൾ സിംഹം പറയുകയാണ്, ഐ സയ്യിദ സാദാത്ത്, സയ്യിദ സാദാത്തെ, എല്ലാ നേതാക്കന്മാരുടെയും നേതാവേ, വസാഹിബൽ ജൂദി വൽ ഖറാമാത്ത്, ഒരുപാട് ഖറാമത്തുള്ളവരെ, ലീ സബഅതു അയ്യാം, 7 ദിവസമായി മാ അകൽതു ഷൈആ, ഞാൻ ഒന്നും ഭക്ഷിച്ചിട്ടില്ല, ഒരാഴ്ചയായി എനിക്ക് തിന്നാൻ കിട്ടിയിട്ട്. വഅന ദായിറുൻ അലാ വലദി ഫമാ വജത്തുഹു, ഞാനിങ്ങനെ എൻ്റെ ഇര തേടുകയാണ്, ഒന്നും കിട്ടിയില്ല. വഹാദ ശാബു ഖദ് അർസലഹുല്ലാഹു ഇലയ്യ റിസ്ഖാ, ഈ യുവാവ് അള്ളാഹു എനിക്ക് ഭക്ഷണമായി അയച്ചതാണ്. മഖ്സൂമൻ ബിസബബി ഖലബി വാലിദതിഹി അലൈഹി, ഇയാള് ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയെ ദേഷ്യം പിടിപ്പിച്ചു വരികയാണ്. ഉമ്മാന്റെ കോപത്തിന്റെ കാരണമായിട്ടാണ് എൻ്റെ ഇരയായി ഈ മനുഷ്യൻ എൻ്റെ മുന്നിൽ വരുന്നത്. ഫഅൻതും തുരീദൂന ഖത്അ നസീബി മിൻ ദാലിക്കൽ അംരി ഇലല്ലാഹ് സുമ്മ ഇലൈക്കും, നിങ്ങൾ അള്ളാഹു എനിക്ക് നൽകിയ ഈ ഭക്ഷണത്തെ തടയുകയാണോ? സിംഹത്തിന്റെ പ്രസംഗം അറബിയിൽ ശുദ്ധമായ ഭാഷയിലാണ് സിംഹം സംസാരിക്കുന്നത്. ഫലമ്മ സമിഅ കലാമഹു ലം യഅബ ബിഹി, സിംഹം ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടും സിംഹത്തിന് ഒരു പരിഗണനയും നൽകിയില്ല. ബലിൽ തഫത ഇലൈഹി ബിനളിരിൽ ഗദബ്, ബിനളിരിൽ ഗളബ്, സിംഹത്തെ ദേഷ്യത്തോടെ നോക്കി. വൽ ജലാൽ, ജലാലിയത്തിന്റെ നോട്ടവും നോക്കി. ഫവഖഅ സബ്ഉ മയ്യിതൻ ലിവഖ്തിഹി ഫിൽ ഹാൽ, റിഫായി ഷേഖ് തങ്ങളുപ്പാപ്പയുടെ ജലാലിയത്തിന്റെ നോട്ടം മേൽക്കേണ്ട താമസം ആ സിംഹം മയ്യിത്തായി. ഫഅഖദ ദിറാഅ റജുലി വവളഅഹു ഫീ മകാനിഹി, ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരന്റെ ആ കാല്, അതായത് കൊറക് എന്ന് പറയില്ലേ, ആ കൊറകെടുത്ത് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് വെച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. വമസഹ അലൈഹി ബിയദിഹിൽ മുബാറക, ആ മനുഷ്യന്റെ ശരീരത്തിലൂടെ റിഫായി ഷേഖ് തങ്ങളുപ്പാപ്പയുടെ ബറക്കത്തായ ആ കൈ കൊണ്ട് തടവി. ഫആദ കമാ കാന അവ്വലൻ ബൽ അശദ്ദു വഅഖ്വാ, ആ ചെറുപ്പക്കാരന് ജീവൻ ലഭിച്ചു, പഴയതുപോലെ ശക്തി ലഭിച്ചു എന്നല്ല, അതിനേക്കാൾ ശക്തനായി. വഖാല ഷൈഖു ലിശാബ്, റിഫായി ഷേഖ് തങ്ങൾ ആ യുവാവിനോട് ചോദിച്ചു, മസ്മുക്, എന്താ നിന്റെ പേര്? വഖാല ഇസ്മി ദാവൂദ് ബിൻ ഇബ്രാഹിം, എൻ്റെ പേര് ദാവൂദ് ബിൻ ഇബ്രാഹിമാണ്. ഫഖാലഹു ഷൈഖ്, ഐ ദാവൂദ്, ഓ ദാവൂദ്, ഇസ്ലഹ് ഖരീമക, നിന്നാക്രമിച്ച ഈ സിംഹത്തിന്റെ തൊലിയുരിയുക. ഫസലഹു വഅഖദൽ ജിൽദ വമളാ ഇലാ വാലിദിഹി, അങ്ങനെ ആ സിംഹത്തിന്റെ തൊലിയുരിഞ്ഞു. ഏത് സിംഹം? ഈ മനുഷ്യനെ ആ സിംഹം തിന്നിട്ടുണ്ട്. തിന്ന സിംഹത്തിനെ റിഫായി ഷേഖ് തങ്ങൾ പാപ്പ മയ്യിത്താക്കി. മയ്യിത്തായ ഈ മനുഷ്യനെ, ചെറുപ്പക്കാരനെ ഹയാത്താക്കി. അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് തന്നെ
തന്നെ തിന്ന സിംഹത്തിന്റെ തൊലിയിരിച്ചു. എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു അക്ബർ. വാഖദൽ ജിൽദ വമള ഇലാ വാലിദതിഹി, തന്റെ ഉമ്മയുടെ അടുത്തേക്ക് പോയി. വഅഖ്ബറഹാ ബിൽ ഖിസ്സാ, നടന്ന എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുത്തു. വതാബ അലാ യദൈഹാ മിമ്മാ യഗ്ളിബുഹാ, ഉമ്മയോട് മാപ്പ് ചോദിച്ചു. അങ്ങനെ വഅല്ലഖൽ ജിൽദ അലാ ബാബി തകിയതിഹി, ആ സിംഹത്തോല് തന്റെ വീട്ടിന്റെ വാതിൽ ഒട്ടിച്ചു വെച്ചു. വസ്വാറ മിനൽ ഔലിയാഇൽ ഇളാം റളിയല്ലാഹു തആല അൻഹു വറള. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം, ആ മനുഷ്യൻ പിന്നീട് ഔലിയാക്കളിൽ ഉന്നത സ്ഥാനത്തെത്തി. റിഫായി ശൈഖ് തങ്ങളുപ്പാപ്പ തൊട്ടതെല്ലാം പൊന്നാക്കിയ റിഫായി ശൈഖ് തങ്ങളുപ്പാപ്പ, അത് കള്ളനാണെങ്കിലും അവിടുത്തെ മുരീദാവും, അത് ഏത് തമ്മാടിയാണെങ്കിലും റിഫായി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടിയാൽ ഏത് പരാജയപ്പെട്ടവനും വിജയിയായി മാറുന്നതാണ്. വഖാല ഫി ഉമ്മുൽ ബറാഹീൻ, ഉമ്മുൽ ബറാഹീൻ എന്ന കിതാബിൽ കാണാം, ഹദസ ബിഹി ശൈഖ് സ്വാലിഹുൽ ഫാറൂസി റഹ്മഹുല്ലാ, ഇത് പറയുന്നത് ശൈഖ് സ്വാലിഹുൽ ഫാറൂസി റഹ്മഹുല്ലയാണ്. ഖാല കുന്നാ ഫി ബഅദിൽ അയ്യാമി ജുലൂസൻ ഇൻദ സയ്യിദി ശൈഖ് അൽ കബീർ സയ്യിദ് അഹ്മദ് റളിയല്ലാഹു അൻഹു, ഒരു ദിവസം ഞങ്ങൾ റിഫായി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ തിരു ഹദ്റത്തിൽ ഇരിക്കുകയായിരുന്നു. വഹുവ ഫി റിബാത്തി ബൈനൽ ഫുഖറാ, അവിടുത്തെ മുരീദുമാർക്കിടയിൽ അവിടുത്തെ സാവിയയിൽ മജ്ലിസിൽ ഇരിക്കുകയാണ്. ഫസ്തൗലത് അലൈഹിൽ ഉമൂറുർ റബ്ബാനിയ, റബ്ബാനിയായ കാര്യങ്ങൾ ആധിപത്യം ചെലുത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജലാലിയത്തിന്റെ അവസ്ഥ വെളിവായി. فخرج عنها وتكلم مع غيرها واخذ يقول في بعض كلامه. ചുരുക്കി പറഞ്ഞാൽ റിഫായി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഭാഷ മാറി, രീതി മാറി, കോലം മാറി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ അവിടുന്ന് പറഞ്ഞു. അങ്ങനെ അതിനിടയിൽ പറഞ്ഞു, ഖാഫ് മലയെ കുറിച്ച് പറഞ്ഞു. ഹത്താ അദ്ദ മിഅതൻ വമാ വറാ ദാലിക, ഒരു ഖാഫ് മലയല്ലേ, ഒരു ഖാഫ് മലയെ കുറിച്ചല്ല പറഞ്ഞത്, ഖാഫ് മലയിന്നും എന്ന് മുഹിയുദ്ദീൻ മാലിയിൽ പറഞ്ഞ ഖാഫ് മല, അങ്ങനത്തെ ഒരു ഖാഫ് മലയല്ല, 100 ഖാഫ് മലയെ കുറിച്ച് പറഞ്ഞു. വമാ വറാ ദാലിക്, അതിനപ്പുറമുള്ള 100 പർവ്വതങ്ങളെ കുറിച്ച്, മലകളെ കുറിച്ച് പറഞ്ഞു. സുമ്മ ബഹറുൻ ബഅദ ബഹർ വമാ വറാ ദാലിക്, പിന്നീട് ഒരുപാട് ബഹറുകളെ കുറിച്ച്, സമുദ്രങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിനപ്പുറം പറഞ്ഞു. സുമ്മ ഖാല അർളും ബഅദ അർളിൻ വമാ വറാ ദാലിക്, പിന്നീട് ഭൂമിയെ കുറിച്ച് പറഞ്ഞു, അതിനപ്പുറമുള്ള ഭൂമി, അതിനും അപ്പുറമുള്ള ഒരുപാട് ഭൂമികളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പല രഹസ്യങ്ങളും പറഞ്ഞ് സുമ്മർ തഅദ വഹാജ വഹന്ന വൻസഅജ, പിന്നീട് അവിടുത്തെ അവസ്ഥ മാറി. സുമ്മഖാൽ, അവസാനം പറയുകയാണ്, അതി വലാ അബ്റഹു മിൻ മക്കാനി, ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഞാൻ എത്തുന്നതാണ്. ഖാഫ് മലക്, 100 ഖാഫ് മലക്കപ്പുറമുള്ള ഖാഫ് മലകൾ, 7 ബഹറുകൾക്കപ്പുറമുള്ള ബഹറുകൾ, 7 ഭൂമിക്കപ്പുറമുള്ള ഭൂമികൾ, എല്ലായിടത്തും ഞാൻ എത്തും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം ഞാൻ എത്തുന്നതാണ്. ഈഷ് ഫൗഖൽ ഫൗഖ് ഈഷ് തഹ്ത തഹ്ത് ആതീഹി വലാ അബ്റഹു മിൻ മക്കാനി, വല്ലാത്തൊരു സംസാരമാണത്. ഏത് മുകൾക്ക് മുകളിലും, ഏത് താഴേക്ക് താഴെയും, ഏതിടത്തും ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എത്തുന്നതാണ് എന്ന് റിഫായി ശൈഖ് തങ്ങളുപ്പാപ്പ പറയുകയുണ്ടായി. റിഫായി ശൈഖ് തങ്ങളുപ്പാപ്പയെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന അറിവ് പോലും സത്യത്തിൽ നമുക്കില്ല. മഹാനായ അഷേഖ് ഇബ്രാഹിം ഇബ്നുൽ അസ്ബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു കാന സയ്യിദ് ശൈഖ് അൽ കബീർ റളിയല്ലാഹു അൻഹു ജാലിസൻ ഫിൽ മജ്ലിസ് യതഹദ്ദസ്,
റിഫായി ഷേഖ് തങ്ങളുപ്പാപ്പ അവിടുത്തെ ഷറഫാക്കപ്പെട്ട മജ്ലിസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. ഫബലഗ ഫീ ഹദീസിഹി ഇലാ ദിക്രി തസവ്വുഫ്, അങ്ങനെ തസവ്വുഫിലേക്ക് ചർച്ചയെത്തി. ആ ഒരു വാക്കുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച. ഫഖാമ ഇലൈഹി ഇബ്നു തുർക്കി, ഇബ്നു തുർക്കി എന്ന പേരുള്ള ആള് റിഫായി ഷേഖ് തങ്ങളോട് ചോദിച്ചു, ഐ സയ്യിദി മത് തസവ്വുഫു, എൻ്റെ ഷേഖേ എന്താണ് തസവ്വുഫ്? ഫഖാല ലഹു, തന്റെ മുരീദിനോട് റിഫായി ഷേഖ് തങ്ങൾ ചോദിച്ചു, ഐ വലദി തസവ്വുഫുക്കും ഔ തസവ്വുഫുന, മോനെ നിങ്ങളുടെ തസവ്വുഫോ അതല്ല ഞങ്ങളുടെ തസവ്വുഫോ, ഏത് തസവ്വുഫിനെ കുറിച്ചാണ് നീ ചോദിക്കുന്നത്? ഫഖാല ഇബ്നു തുർക്കി, അവിടുത്തെ മുരീദ് പറഞ്ഞു, ഐ സയ്യിദി കുന്നാ ഫീ മസ്അലത്തിൻ വാഹിദ സ്വാറത്തി സിൻതൈൻ, ഒരു തസവ്വുഫ് മൊത്തത്തിലാണ് ചോദിച്ചത്, ഇപ്പോൾ ചോദ്യം രണ്ടായി മാറി. ഫഉരീദു അൻ തുഅരിഫനി അൽ ഹാലൈൻ, ഏതായാലും ഞങ്ങളുടെ തസവ്വുഫും നിങ്ങളുടെ തസവ്വുഫും ഞങ്ങൾക്ക് വിശദീകരിച്ച് തരിക. ഫഖാല ലഹു, റിഫായി ഷേഖ് തങ്ങൾ അവിടുത്തെ മുരീദിനോട് പറഞ്ഞു, ഐ വലദി, എൻ്റെ മോനെ, തസവ്വുഫുക്കും നിങ്ങളുടെ തസവ്വുഫ് എന്ന് പറയുന്നത് ഫഹുവ അൻ തുസഫി അസ്റാറക, നിന്റെ രഹസ്യങ്ങളെ നീ ശുദ്ധീകരിക്കലാണ്. വതുനഖി അക്ദാറക, നിന്റെ മാലിന്യങ്ങളെ നീ വിമലീകരിക്കലാണ്, നീക്കലാണ്. വതുതയ്യിബ അഖ്ബാറക, നിന്റെ കാര്യങ്ങളൊക്കെ നന്നാക്കലാണ്. വതുതിഅ ജാറക വതഖൂമ ലൈലക വതസൂമ നഹാറക, നീ രാവിലും പകലും 24 മണിക്കൂറിലും അല്ലാഹുവിന്റെ ഇബാദത്തിലായി കഴിഞ്ഞ് കൂടലാണ് നിങ്ങളുടെ തസവ്വുഫ് എന്ന് പറയുന്നത്. വഅമ്മാ തസവ്വുഫുൽ ഖൗമി, അപ്പോൾ ഞങ്ങൾ മശായിഖന്മാരുടെ തസവ്വുഫ് എന്ന് പറയുന്നത് ഫതർക്കുൽ കുല്ലി, എല്ലാം ഒഴിവാക്കലാണ്. വൽ ഖുറൂജു അനിൽ കുല്ലി, എല്ലാറ്റിൽ നിന്നും പുറപ്പെടലാണ്. വതമസ്സുകു ബിൽ കുല്ലി, എല്ലാ കുല്ലിന്റെയും പരമാധികാരിയായ അള്ളാഹുവിനെ മുറുകെ പിടിക്കലാണ്. വഅല്ലാ യഖനഅ ബിഗൈരിൽ കുല്ലി, അള്ളാഹു അല്ലാത്ത മറ്റൊന്നു കൊണ്ടും തൃപ്തിപ്പെടാതിരിക്കലാണ്. അതാണ് മശായിഖന്മാരുടെ തസവ്വുഫ്. നിങ്ങളുടെ തസവ്വുഫ് ഇപ്രകാരമാണെന്ന് 2 രീതിയിലും മഹാനവറുകൾ വിശദീകരിച്ചു. ഇത് കേട്ടപ്പോൾ അവിടുത്തെ മുരീദ് ഫലമ്മാ സമഅ ഇബ്നു തുർക്കി കലാമ സയ്യിദ് ഷെയ്ഖ് അൽ കബീർ റളിയല്ലാഹു അൻഹു സറഹ സർഖതൻ വവഖഅ മഗ്ശിയൻ അലൈഹി, ഈ വിവരണം കേട്ടപ്പോൾ ഈ ചോദ്യം ചോദിച്ച മുരീദ് ബോധരഹിതനായി വീണു എന്നാണ് ചരിത്രം. റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പയുടെ ഒരുപാട് കറാമത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുപാട് ദിവസങ്ങൾ വിവരിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബഹറിലെ ഒരു തുള്ളി പോലും ആവുകയില്ല മുഅ്മിനീങ്ങളെ. ഇങ്ങനെയെല്ലാമുള്ള റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പ, നമ്മുടെ പ്രിയപ്പെട്ട ജമാൽ ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനവറുകൾ ആ റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പയുടെ തവാളുഇന്റെ താഴ്മയുടെ ആ അങ്ങേയറ്റത്തെക്കുറിച്ച് ഒരുപാട് ഒരു മണിക്കൂറോളം വിശദീകരിച്ചു. ഒരുപാട് സംഭവങ്ങൾ, അതുകൊണ്ട് തന്നെ അതൊന്നും ആവർത്തിക്കുകയില്ല. ഇത്രയും ഉന്നത സ്ഥാനത്തെത്തിയ റിഫായി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പ ഇത്രയും താഴ്മയോട് കൂടിയാണ് ജീവിച്ചതെങ്കിൽ നമ്മളെപ്പറ്റി എന്ത് പറയാൻ? എവിടെയാണ് നമ്മളുള്ളത്? എവിടെയാണ് കടലും കടലാടിയും എന്ന് പറഞ്ഞു കേട്ടില്ലേ? കടലും കടലാടിയും. അവിടുന്ന് കടലാണ്, നമ്മളൊരു കടലാടി പോലുമല്ല. ഇനി കടലാടി മനസ്സിലായാൽ കടലും കടലയും കരുതൂ, കടലും കടുകും കരുതൂ. ഒന്നുമല്ലാതെ നമ്മൾ എന്തൊക്കെയായി എന്ന് വെറുതെ ചിന്തിക്കുന്നു. എല്ലാമായ റിഫായി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പയെ എല്ലാ തെറികൾ പറഞ്ഞാലും അവിടുന്ന് പുഞ്ചിരിച്ച് കേൾക്കുന്നു. അല്ലാത്ത റിഫായി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പയാണ്. ആ ഉപ്പാപ്പയുടെ വിശുദ്ധമായ ആണ്ടിന്റെ മാസമാണ് കഴിഞ്ഞു പോകുന്നത്. മുഅ്മിനീങ്ങളെ, ഗൗസുല്ലാ തങ്ങൾ ഉപ്പാപ്പയും റിഫായി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പയും തമ്മിൽ കളിക്കുമ്പോൾ
കണ്ണിൻ പിരിയത്തിന്മേൽ ഒളിച്ചോവർ എന്നൊരു വരി റിഫായി മാലയിലുണ്ട്. അല്ലാഹു അഅലം അതിൻ്റെ പൊരുളെന്താണ്. റിഫായി ശൈഖ് തങ്ങൾ പാപ്പയുടെ വലിയൊരു ഉപദേശമാണ് എല്ലാ മുരീദുമാർക്കും. എന്ത്? മാസത്തിൽ ഒരിക്കൽ തൻ്റെ ഷെയ്ഖിനെ കാണുകയാണെങ്കിൽ ആ മാസത്തിലെ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പൊറുക്കുന്നതാണ്. അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും തൻ്റെ ഷെയ്ഖിനെ കാണണം. കണ്ടില്ലെങ്കിൽ കാണാനുള്ള ഒരു മനസ്സ് വെക്കണം, അതിനുള്ള ഒരു പരിശ്രമം വേണം. ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ അവിടുന്ന് തൻ്റെ മുരീദിനെ തസ്കിയത്ത് ചെയ്ത് റീഫ്രഷായി മുരീദിനെ എല്ലാ അർത്ഥത്തിലും എല്ലായിടത്തും തൻ്റെ ഷെയ്ഖിനെ ദർശിക്കുന്ന രീതിയിൽ ആക്കി മാറ്റുന്നതാണ്. അഥവാ ഷെയ്ഖ് മുറബിയോടുള്ളൊരു ബന്ധം മുരീദ് എപ്പോഴും സൂക്ഷിക്കണമെന്ന് റിഫായി ശൈഖ് തങ്ങൾ പാപ്പ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. ആ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അത്രയും വലിയ മഹാനായ റിഫായി ശൈഖ് തങ്ങൾ പാപ്പയുടെ തിരുനോട്ടം കൊണ്ട് നമ്മെ എല്ലാവരെയും നമ്മുടെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ തങ്ങൾ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവനായ ഞങ്ങളുടെ എല്ലാമായ ജാതിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അവിടുത്തെ എല്ലാ സമയത്തും തൃപ്തിയോടെ നോട്ടം കിട്ടുന്ന മുരീദന്മാരിൽ ഉൾപ്പെടുത്തി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ ആമീൻ ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.